ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ പയ്യോളിയിൽ ഒരു പാവപ്പെട്ട കുടുംബം വീട് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തിന്റെ ഫോട്ടോ ആണ്. വളരെ പാവപ്പെട്ട കുടുംബമാണ്. ഈ സ്ഥലം തന്നെ വാങ്ങിയത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ്. വെള്ളം നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണത്. അവിടെ മണ്ണിട്ട് നികത്തിയാൽ മാത്രമേ വീട് വെക്കാൻ സാധിക്കുകയുള്ളൂ. 3 ചെറിയ മക്കളാണുള്ളത്. കൂലിപ്പണിക്ക് പോയി നിത്യജീവിതം പുലർത്തുന്ന ഒരു കുടുംബമാണ്. വാടക വീട്ടിലാണ് ഇപ്പോൾ അവർ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് പോകാൻ വേണ്ടി വാടകക്കാരൻ, അതിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നുണ്ട്. അത്രയേറെ ഒരു പ്രയാസത്തിൽ എവിടെ പോകുമെന്നൊന്നും അറിയാതെ വല്ലാതെ വിഷമിച്ചു നിൽക്കുകയാണ്. അവർക്കിപ്പോൾ ഒരു 3 ലോഡ് കല്ല് കിട്ടിയാൽ, അതിൻ്റെ സിമൻറ്റും കിട്ടിയാൽ അവർക്കൊരു അടിത്തറ പാകാം, അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കേണ്ടതുണ്ട്. കാരണം വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. കഴിയുന്നവരൊക്കെ നിങ്ങളുടെ സ്വതക്ക ഇതിനു വേണ്ടിയാവട്ടെ. ഇനി ആർക്കെങ്കിലും നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വല്ലതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പറുമായി ബന്ധപ്പെട്ടാൽ, ഗൂഗിൾ പേ നമ്പറാണ്, അതിൽ ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വരാവുന്നതാണ്, കാണാവുന്നതാണ്, ബോധ്യപ്പെടാവുന്നതാണ്. വളരെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം, അത് കല്ലായോ പണമായോ സിമൻ്റായോ എങ്ങനെയാണോ നിങ്ങളെ കൊണ്ട് സാധിക്കുക അതൊക്കെ ചെയ്ത് ഈ പാവപ്പെട്ട കുടുംബത്തെ സന്തോഷിപ്പിച്ച് രക്ഷപ്പെടുത്തണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ വേദികളിൽ വെച്ചും എല്ലാ നല്ല സദസ്സുകളിൽ വെച്ചും നിങ്ങൾക്ക് പ്രത്യേകം ദുആ ഉണ്ടായിരിക്കും എന്ന് ഉണർത്തി വിനീതൻ അബു ഹിബ അഷ്റഫി പയ്യോളി. സുന്നി അല്ലാതായി പറയുന്നത് വളരെ ചിന്തിക്കണത് ശരിക്കും കേട്ടോളി. ആ വാക്കുകൾ അത് മനഃപ്പാടമാക്കേണ്ട വാക്കുകളാണ്. ഒന്നോട്ടെ, ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താ? കുറച്ചാളുകൾ മാത്രം സുന്നി, കുറച്ചാളുകൾ അസുന്നി. അപ്പൊ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളുകളെ അസുന്നിയാക്കുന്ന തിരക്കിലാണ് ഇപ്പൊ നമ്മളുള്ളത്. അതിനോരോ കാരണങ്ങൾ ഇങ്ങനെ എടുത്തുദ്ധരിക്കുക. അതാണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ചിലരുടെ ദൃഷ്ടിയിൽ സുന്നത്യമായതിന്റെ വക്താക്കളല്ല. ഇവർക്ക് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ സാധിക്കുന്നതല്ല. ഞങ്ങൾ അതിന് അനുവദിക്കുന്നില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ ഒരു രോമ പറയാൻ ഇവർക്ക് സാധിക്കില്ല. അതിന് യാതൊന്നും സംഭവിച്ചിട്ടുമില്ല. അതിൽ നിന്ന് പുറത്തു പോയി കുറെ 3-4 ആൾ പുറത്തു പോയി അത് കൂടിയത് കൊണ്ടിട്ടൊരു കാര്യമൊന്നുമില്ല. ഇത് ദുനിയാവൂല. ഞങ്ങളാണ് തുന്നി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ അംഗീകരിക്കുകയില്ല. ഇത് വളരെ വ്യക്തമായ പ്രഖ്യാപനാണ്. എന്താ ഇതിൽ പറഞ്ഞ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് പുറത്തുപോയവർ ഒന്നും പറയേണ്ട കാര്യമില്ല. ഒക്കെ മറക്കാം, പൊറുക്കാം, ഒന്നിക്കാം, ലയിക്കാം. ഒരുത്തന്നോട് ചോദിക്കുക, എന്തിനാ ഈ കെ പറഞ്ഞത്? ഈ കെ ഉസ്താദ് എന്തിനാ പറഞ്ഞത്? നമ്മളോട് ചോദിച്ചത് കാര്യമുണ്ടോ? നിങ്ങളെ പണിയോട് പറഞ്ഞതാ. അതിന് വേറെ ആൾക്കാർ കുറ്റപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ നേതൃത്വത്തെ പാരമ്പര്യത്തെ ധിക്കരിച്ചിട്ട് ഉള്ള രീതിയിലുള്ള ചർച്ചയിലേക്ക് പോകുന്നത് ശരിയല്ല. നിങ്ങളെ നോക്കിയപ്പോ നിങ്ങൾ സുന്നി റൂട്ടിലല്ല ഉള്ളത്. വരാൻ പോകുന്ന കാര്യം അറിയുന്ന ആളുമാണ് മൂപ്പര്. അത് പറഞ്ഞിട്ട് പറയാണ്. അപ്പൊ ബാഹ്യശക്തികളല്ല, ആന്തരിക ശക്തികളാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് പറഞ്ഞാൽ അതായിരിക്കും ഒരുപക്ഷെ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്നാണ് എനിക്ക് അതിനെ കുറിച്ച് അഭിപ്രായപ്പെടാനുള്ളത്. എന്റെ സഹപ്രവർത്തകർ പറയട്ടെ ബാക്കി. മസ്ലഹത്ത് ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ പ്രശ്നങ്ങൾ തുടങ്ങിയ കാലഘട്ടത്തിന്റെ ഉടനെ തന്നെ മസ്ലഹത്ത് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഷംസുൽ ഉലമ അവസാനം നന്നായിട്ടുണ്ടല്ലോ ഞങ്ങളായിട്ട്. എന്നാ തെളിവുകൊണ്ടൊരു. അന്ന് മുഹമ്മദ് ശിഹാബ് തങ്ങൾ എടുത്ത തീരുമാനമായിരുന്നു എറണാകുളം സമ്മേളനത്തിന് പോകരുതെന്ന്. ഒറ്റ മറുപടിയുള്ളൂ, സമസ്ത മുഷാവറ പോകരുതെന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെ പറയുന്നു. പക്ഷെ പിൽക്കാലത്ത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇതൊക്കെ യോജിച്ചു വരണം, ഒന്നിച്ചു നിൽക്കണമെന്ന് വളരെ ആത്മാർത്ഥമായി താല്പര്യപ്പെട്ട് പ്രവർത്തിച്ചതാണ്. പ്രത്യേകിച്ച് ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവരൊക്കെയാണ്. അപ്പൊ ഇന്നുള്ള ചിലരുടെ ഒളിയമ്പ് നേരെ പോകുന്നത് മുസ്ലിം നേതൃത്വത്തിന് നേരെയാണെന്ന കാര്യം ആർക്കും അറിയാം. അവരാണ് ഇതിന്റെ ഭിന്നിപ്പുണ്ടാക്കുന്നത്. മുമ്പ് ഈ യോജിക്കുന്ന മേഖല ലീഗ് പറയുമ്പോഴേക്കും ഇപ്പൊ പറ്റില്ല, അങ്ങോട്ട് പോകരുത്, അവരുടെ സമ്മേളനങ്ങൾക്ക് പങ്കെടുക്കരുത്, അവരുമായി ഒരു സഹായം അവർക്ക് ചെയ്യരുത്,
എന്നൊക്കെ പറഞ്ഞ വീരശൂര പരാക്രമികളാണ് ഇന്ന് മറുഭാഗത്തിന് അനുകൂലമായിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് ഒന്നിച്ചെടുത്തൊരു തീരുമാനവും ഭാഗമായിക്കൊണ്ട് മർക്കസിൽ പോകരുതെന്ന് പറഞ്ഞതും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ അതിന് മുന്നണിയിലുണ്ടായിരുന്ന, ഞങ്ങളെക്കാൾ മുന്നണിയിലുണ്ടായിരുന്ന ആളായിരുന്നു അമീർ വൈസിയും മുസ്തഫാഷും മുണ്ടുവാറിയൊക്കെ ശക്തമായി പറഞ്ഞ ആളുകളാണ്. ഞങ്ങൾ അതിന് ശേഷം മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, പാണക്കാട് തങ്ങന്മാരെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല. അന്ന് കാന്തപുരത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല, നോളേജ് സിറ്റിയിൽ പോകാൻ പാടില്ല എന്നൊക്കെ തിട്ടൂരം ഇറക്കിയതിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്നവരായിരുന്നു ഇവരൊക്കെ, ഞങ്ങൾ ഉൾപ്പെടെ. അപ്പൊ അത് ലീഗിലേക്കല്ല അത് ബന്ധപ്പെടേണ്ടത്. അവനവനാണ് ഈ തിട്ടൂരം ഇറക്കിയതും അവരുമായി ബന്ധപ്പെടാൻ പാടില്ല, അവരുമായി ഒരു കണക്ഷനും പാടില്ല എന്ന് പറഞ്ഞതും പോയതിന്റെ പേരിൽ ലീഗിനെ ആക്ഷേപിച്ചതും. അപ്പൊ എന്തിന്റെ പേരിലാണ് ഇന്ന് ചില ആളുകൾ ഇതിന്റെ വിഷയം ലീഗിന് നേരെ ചൂണ്ടുന്നത്? അത് ചരിത്രത്തെ നേരെ കാണിക്കുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു നന്ദികേടാണ്. അപ്പൊ അതേ സംബന്ധിച്ചിടത്തോളം മസ്ലഹത്തിന് പാണക്കാട് കുടുംബം എന്നും അനുകൂലമാണ്, ഇപ്പോഴും അവരെ അനുകൂലമാണ്. സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അതിന് മുൻപന്തിയിലുണ്ട്. ഒന്നിച്ചു നിൽക്കാൻ വളരെ ആത്മാർത്ഥമായി പറയാണ്. വല്ലാഹി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യം, ഇരു വിഭാഗം സുന്നികളും ലയിച്ചു ചേരണം എന്നതിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന നേതാവ് പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. അത് ഒരു വിട്ടുവീഴ്ചയില്ല, ഒരു വെള്ളവും ചേർക്കാത്ത വർത്തമാനം തന്നെയാണ് ഇതുവേറെ പറഞ്ഞതും ഇപ്പൊ പറഞ്ഞത് പ്രത്യേകിച്ചും. അപ്പൊ അതുകൊണ്ട് ആവശ്യമില്ലാതെ ബാഹ്യശക്തി, കറുത്തകരം എന്ന് പറഞ്ഞ് അങ്ങോട്ട് തിരിക്കേണ്ട. അത് അവനവൻ ഒരു ഭാഗത്തിന് നേരെ തിരിയുമ്പോ 3 വിരൽ സ്വന്തത്തിലേക്കാണ് തിരിയുന്നത് എന്ന് ചൂണ്ടുവിരൽ പാണക്കാടിനും ലീഗിനും നേരെ തിരിക്കുന്നവർ ഓർക്കണം. സ്വന്തം ചെയ്തിട്ടുള്ള ചെയ്തികൾ ഓർക്കണം. അതുകൊണ്ട് ഇതുവരെ ചെയ്ത വിഭാഗീയതകൾ വളർത്തിക്കൊണ്ടുവന്ന ആളുകൾ ഇപ്പോ മസ്ലഹത്തിനും സൗഹൃദത്തിനും വേണ്ടി പ്രവർത്തിച്ചവർക്ക് നേരെ തിരിയുന്നത് വിരോധാഭാസമാണ് എന്ന് സൂചിപ്പിക്കേണ്ടതുള്ളൂ. ശംസുലമ നന്നായി എന്നുള്ളതിന് തെളിവുണ്ടുവാ. ആദരണീയനായ കാസർഗോഡ് മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് KS അബ്ദുള്ള സാഹിബ്, അദ്ദേഹത്തെയാണ് ബഹുമാനപ്പെട്ട ശംസുലമ അക്കാര്യത്തിൽ മുന്നിലിറക്കിയിരുന്നത്. ശംസുലമക്ക് ഈ വിഷയം അവസാനിപ്പിക്കണം, യോജിച്ച് നിൽക്കണം എന്ന താല്പര്യം ഉണ്ടായപ്പോൾ KS അബ്ദുള്ള സാഹിബ് മുന്നിലിറങ്ങിക്കൊണ്ട് മസ്ലഹത്ത് ശ്രമങ്ങൾ നടന്നു. ശംസുലമ തന്നെ മുസ്ലിം ലീഗ് നേതാക്കന്മാരെ, KS അബ്ദുള്ള മുസ്ലിം ലീഗ് നേതാവാണ്, അവരെയാണ് ഇതിന് മധ്യസ്ഥരായി കൊണ്ടൊക്കെ പറയുന്ന സമയത്ത് എടുക്കാറുള്ളത്. ശംസുലമ നന്നായി എന്നുള്ളതിന് തെളിവുണ്ടുവാ. അപ്പൊ ആരോ ലേഖന ഇതിനല്ല നന്നാകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ശംസുലമയും ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ മസ്ലഹത്ത് ശ്രമം നടക്കുമ്പോൾ അവർ മുഷാവറ കാലഘട്ടത്തിലൊക്കെ എടുത്ത തീരുമാനം, മസ്ലഹത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാവണം. മസ്ലഹത്തിന്റെ അവസാന പ്രഖ്യാപനം ആയി 2 വിഭാഗം സുന്നികളും ഒന്നിച്ചെന്ന പ്രഖ്യാപനം നടത്തേണ്ടത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാവണം. പിന്നെ പാണക്കാട് തങ്ങന്മാരെ സംബന്ധിച്ച് സമസ്ത മുഷാവറ, സമസ്ത ഉലമാക്കൾ അങ്ങനെ തന്നെ പറഞ്ഞു. പാണക്കാട് തങ്ങന്മാരാണ് അത് പ്രഖ്യാപിക്കേണ്ടത്, മധ്യസ്ഥരാവേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് വീണ്ടും മധ്യസ്ഥ ശ്രമം നടന്നപ്പോൾ ആ മസ്ലഹത്ത് സമിതിയിൽ ഇരു വിഭാഗത്തുനിന്നും സമസ്തയിൽ കൊണ്ട് 4 ആളും മറുഭാഗത്തു നിന്നുകൊണ്ട് 4 ആളും തെരഞ്ഞെടുക്കപ്പെട്ട സമിതിയുടെ പിന്നീട് അതിന്റെ അധ്യക്ഷൻ, ഈ രണ്ടിലും ഇല്ലാത്ത അധ്യക്ഷനായത് ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. പിന്നീട് അതിന്റെ കൺവീനർ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ചെറുവാടിയിലെ കോഴിക്കോട് ജില്ലയിലെ ഒരു സുഹൃത്താണ്. ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾക്ക്, സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് സമസ്തയുമായിട്ടാണ് ബന്ധമെങ്കിൽ ലത്തീഫ് സാറിന് കാന്തപുരം വിഭാഗവുമായി കൊണ്ടായിരുന്നു ബന്ധം, ഡോക്ടർ ലത്തീഫിന്. അതാണ് ശ്രമങ്ങൾ ഒരുപാട് കാലം നടന്നിരുന്നത്. വളരെ ആത്മാർത്ഥമായി ഈ 2 സംഘടനകളും ഒന്നിക്കാൻ ഇല്ലാത്ത സമയം ഉണ്ടാക്കി സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ മുന്നിലിറങ്ങിയതാണ്. തങ്ങൾ ഇതിന്റെ മസ്ലഹത്തിനാക്കുന്നതിന് ഏത് വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി നമ്മളൊക്കെ സംസാരിക്കുന്ന സമയത്ത് തങ്ങൾ ഇതിന് മുന്നിലുണ്ടായിരുന്നു. ഇപ്പോഴും നേരത്തെ ഓണമ്പള്ളി പറഞ്ഞതുപോലെ ഒരു കാലഘട്ടത്തിൽ സമസ്തയിൽ വിഷയം ഉണ്ടായപ്പോൾ അന്ന് സമസ്തയെ ശക്തിപ്പെടുത്താൻ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. ശംസുലമി കണ്ണീത്ത് ഉസ്താദൊക്കെ എടുത്ത നിലപാടിന്റെ കൂടെ നിന്നിരുന്നു. ഉണ്ടാവില്ല, ഞങ്ങൾക്കും ആഗ്രഹം നിങ്ങളും നന്നായി കിട്ടാൻ, അതാർക്കും ആഗ്രഹം ഉണ്ടാവും. പ്രത്യേകിച്ച് ശംസുലമയുടെ ശിഷ്യന്മാരിൽപ്പെട്ട ആളുകളല്ലേ ഇവര്. അപ്പോൾ ഒരു ഉസ്താദ് ആഗ്രഹിക്കും, ഞാൻ മൗത്താകുന്നതിന് മുമ്പ് ഇപ്പം അഹയന്മാരൊക്കെ ഒന്ന് നന്നായി കിട്ടിയാൽ. അത് നല്ല ആഗ്രഹമാണ്, പക്ഷെ നിങ്ങൾ നന്നാകണില്ല, അതല്ലേ പ്രശ്നം. ചാൻസ് നിങ്ങൾക്ക് ശംസുലമയെയും കണ്ണീത്ത് ഉസ്താദിനെയും മാലിന്യങ്ങളെയും കുറ്റപ്പെടുത്തുന്ന വ്യംഗ്യന്തരേണയാണെങ്കിൽ കുറ്റപ്പെടുത്തുന്ന വിധത്തിൽ പുതിയ രീതിയിലേക്ക് ചരിത്രം വളച്ചൊടിക്കാൻ നോക്കുന്ന ശ്രമങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ശംസുൽ ഉലമ എന്ന് പറയുന്ന മഹത്തായ ഒരു ആദർശം, ആ ആദർശത്തെ ഇന്ന് നെഞ്ചിലേറ്റുന്ന ഉലമ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു,
സമസ്തയുടെ ആധികാരിക ശബ്ദമായി നമുക്കൊന്ന് പറയാൻ പറ്റുന്ന ആളാണ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ ഉപ്പാപ്പ. ഞങ്ങൾ സുന്നികൾ തമ്മിൽ പല എതിർപ്പുകളൊക്കെ ഉണ്ടാവും സംഘടനാപരമായിട്ട്. അത് കണ്ട് ഞങ്ങൾ വയ്യാലെ കൊണ്ട ഞങ്ങൾ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ ആവശ്യം വരുമ്പോൾ ഞങ്ങളൊക്കെ ഈ സുന്നത്ത് ജമാഅത്തിനെതിരിൽ ആര് ശബ്ദിച്ചാലും എല്ലാ സുന്നികളും ഒന്ന് തന്നെ ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. AP വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടേ ഈ ചില സമയങ്ങളിൽ ലീഗ് എടുത്ത ചില നിലപാടുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നോളജ് സിറ്റി തർക്കലിടൽ അന്ന് മന്ത്രിമാർ പോയി. ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കിയത് നമ്മളാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹമീദ് ഫൈസിയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ശരിക്കും പറഞ്ഞത്. ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കിയവരാണ്. അന്ന് ലീഗ് ആകെ കുഴങ്ങി, പോകാൻ പാടില്ല എന്നുള്ള സമീപനത്തിലായിരുന്നു. ഞാനൊക്കെ അതിലായിരുന്നു കേട്ടോ. അതിപ്പോ ചരിത്രവും ഇതൊന്നും വാസ്തവങ്ങളൊന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു സമയത്ത് ഞാൻ ജനറൽ സെക്രട്ടറി ആയ ഉടനെയാണ് മർക്കസ് സമ്മേളനത്തിലേക്ക് സമദ അനി സാഹിബ്, അതുപോലെ തന്നെ PK ഫിറോസ്, MK മുനീർ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ പോയി. ഇനി ഒരാൾ ഈറ്റി, അതെന്റെ ഓർമ്മ, 4 പേരായിട്ട് പോയി. ഇല്ല, അമസാബ് പോയില്ല, അന്ന് പോയിട്ടില്ല. അമസാബിന് മുമ്പ് പോയതിനാണ് കൂവിയത് ജാമ്യയില്. അത് വേറൊരു സമയത്ത് ഈ ജാമ്യയില് ഗോബാക്ക് വിളിക്കാൻ വേണ്ടി ഏർപ്പാടാക്കുക വരെ ചെയ്തിട്ടുണ്ട് പലരും. അതൊക്കെ പിന്നെ പറയാം. അങ്ങനെ ഗോബാക്ക് വിളിച്ചത് അമസാഹിബിന്. അതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമസാഹിബ് മരിക്കുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു. അപ്പൊ തന്നെ നമുക്ക് എന്തൊക്കെ മനസ്സിലാവും. ഞാൻ പറയാനോ എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, എന്റെ അമസാഹിബ് എന്റെ അടുത്ത് പോയി ഞാൻ അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു, ഞാൻ ഗോബാക്ക് വിളിച്ചതിന് മാപ്പ് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഗോബാക്ക് വിളിച്ചത് അങ്ങനെ ഒരു പ്രത്യേക രീതിയിലായിരുന്നു. ഇപ്പൊ ദേഷ്യം പിടിച്ച ആരോ വിളിച്ചാല് നമുക്കതിനെ കുറിച്ച് പറയണ്ട, പക്ഷെ അങ്ങനെ ഒരു പ്ലാന്റ് ആയിരുന്നു വെച്ചു. ഇന്ന ആൾക്കാർ പറഞ്ഞിട്ടാണ് ഉസ്താദെ ഞാനത് ചെയ്തതെന്ന്. ഞാനന്ന് സെക്രട്ടറിക്കാണ്, പക്ഷെ നമുക്കന്ന് ഈ വക വളവൊന്നും നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ ആ വിളവിന് പോയിട്ടില്ല. സത്യമാണ്, ഹത്തായിട്ട് ഞാൻ പറഞ്ഞത്. പക്ഷെ ആ വിളവ് എടുത്തവരുണ്ടായിരുന്നു, അവരാണത് ചെയ്തതെന്ന് ഇദ്ദേഹം ഈ ചെറുപ്പക്കാരനോട് പറയണ്ടേ.